നമ്മൾ ഫോറാം എല്ലാവരും ഫോറാം ചെയ്യുമ്പോഴേ എല്ലാവരും ബൈസെപ്സും ട്രൈസെപ്സും ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഫോറാം ജസ്റ്റ് ഇങ്ങനെ കേബിളിൽ ഇങ്ങനെ ജസ്റ്റ് ചെയ്യും. ഇതാണ് എല്ലാവരും ഫോറാം ചെയ്യുക. അപ്പോൾ ഫോറാം അങ്ങനെ കളിച്ചാൽ ബിൽഡ് ആവില്ല, നല്ല രീതിയിൽ സൈസ് കയറില്ല. നല്ല രീതിയിൽ ഫോറാം സൈസ് കയറണമെങ്കിൽ ഒരു 5 വർക്കൗട്ടുണ്ട്. 5 വർക്കൗട്ട് നല്ല രീതിയിൽ ഫോറാം സൈസ് കിട്ടുന്ന വർക്കൗട്ടുണ്ട്. ഫുൾ ഭാഗത്തിന് വേണ്ടിയുള്ള ഒരു ഫോറാം വർക്കൗട്ട്, ഒരു 5 വർക്കൗട്ട് അത് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റത്തെ വർക്കൗട്ട് എന്താ വെച്ചാൽ നമ്മൾ ഈ ബാർ പ്ലെയിൻ ബാർ എടുക്കുക. ബൈസെപ്സ് അടിക്കുന്ന ബാർ തന്നെ നമ്മൾ ഈ ഗ്രിപ്പിൻ്റെ അവിടെ നിന്ന് ഒരു വിരല് നമ്മൾ തള്ളവേല ഒരു ഗ്യാപ്പ് വെച്ച് മടക്കി പിടിക്കുക. കൈ കണ്ടോ നമ്മൾ ചേർത്ത് പിടിക്കുക. ഇതുണ്ടോ മടക്കുക, ഫുള്ളായി മടക്കുക, സ്ലോ ആയിട്ട് തന്നെ ഇറക്കണം. ഉണ്ടോ മടക്കുക, സ്ലോ ആയിട്ട് ഇറക്കുക. ഇത് ഒരു 15 റെപ്പിറ്റേഷൻ വെച്ചിട്ട് 4 റൗണ്ട് ചെയ്യുക, ഇല്ലെങ്കിൽ 3 റൗണ്ട് ചെയ്യുക കേട്ടോ. രണ്ടാമത്തെ വർക്കൗട്ട് നമ്മൾ എന്ത് ചെയ്യുക കേട്ടോ, ഇതുപോലെ തന്നെ പ്ലെയിൻ ബാർ എടുക്കുക. പ്ലെയിൻ ബാർ എടുത്ത് നമ്മൾ എവിടെ ഇരിക്കുക, അവിടെ ഇരുന്ന ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഇവിടുന്ന് ഈ ഗ്രിപ്പിൻ്റെ അവിടുന്ന് ഒരു വിരലിൽ ഗ്യാപ്പ് എടുക്കുക, ഇങ്ങനെ പിടിക്കുക. ഈ ഭാഗം കണ്ടോ നമ്മൾ ഈ കൈയിൻ്റെ ഈ മുട്ടിൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച ശേഷം എന്ത് ചെയ്യുക, മുള്ളായിട്ട് താഴത്തോട്ട് കൊടുക്കുക. ഈ തള്ളവേരലുണ്ടോ, തള്ളവേരൽ താഴത്തോട്ട് പിടിച്ചിട്ട് കണ്ടോ നല്ല രീതിയിൽ താഴത്തോട്ട് നോക്കിയിട്ട് മുകളിലോട്ട് നല്ല രീതിയിൽ മടക്കി കൊടുക്കുക. സ്ലോ ആയിട്ട് ഇറക്കുക, മുകളിലോട്ട് നല്ല രീതിയിൽ പോയി കൊടുക്കുക. അങ്ങനെ ഇനി 20 പ്രാവശ്യം ഒരു 3 റൗണ്ടായിട്ട് നല്ല രീതിയിൽ ഫീൽ ചെയ്തടിക്കാം. പരമാവധി താഴോട്ട് നല്ല ഇറങ്ങണം, മുകളിലോട്ട് നല്ല രീതിയിൽ കൊടുക്കണം കേട്ടോ. അത് 20ന്റെ ഈ 4ാമത്തെ വർക്കൗട്ട് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാർ എടുക്കുക, അവിടെ അതുപോലെ തന്നെ ഇരിക്കുക. ഇരുന്ന ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് ഇങ്ങനെയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇനി കൈ തിരിച്ചു പിടിച്ചാൽ ചെയ്യേണ്ടത്, ഗ്രിപ്പിന്റെ അവിടെ നമ്മൾ ഈ ഗ്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് തന്നെ ചേർത്ത് പിടിക്കുക. ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ ഒരിക്കലും കൈനെ സ്റ്റഡി ആയി പിടിക്കാതെ ഒന്ന് ചെറുതായിട്ട് സ്റ്റഡി ആയിട്ട് പിടിക്കുക. എന്നിട്ട് എന്താ ഫുള്ളായിട്ട് താഴത്തോട്ട് കൊടുത്തിട്ട് മുകളിലോട്ട് നല്ല രീതിയിൽ പൊക്കി കൊടുക്കുക. സ്ലോ ആയിട്ട് ഇറക്കുക, മുകളിലോട്ട് പൊക്കി കൊടുക്കുക. ഇതും 20 വെച്ചിട്ട് 3 റൗണ്ട് ചെയ്യണം. നല്ല ഫീലിംഗ് കിട്ടും. നമ്മുടെ ഈ ഭാഗത്തോട്ട് നല്ല രീതിയിൽ ഫീലിംഗ് കിട്ടും കേട്ടോ. 4ാമത്തെ വർക്കൗട്ട് നമ്മൾ ഇതുപോലെ 5 കിലോ ഡംബൽ എടുക്കുക. 5 കിലോ ഡംബൽ എടുത്ത് എന്ത് ചെയ്യുക, നേരെ സ്റ്റഡി ആയി നിന്നിട്ട് ശേഷം നമ്മളുടെ കൈ ഉണ്ടോ, കൈ സ്റ്റഡി ആയി വെക്കുക. എന്നിട്ട് നമ്മൾ ഡംബല് പരമാവധി ഫിംഗറിന്റെ ഭാഗത്തോട്ട് താഴത്ത് ഇറക്കി കൊടുക്കുക. കണ്ടോ ഫിംഗറിനെ താഴത്തോട്ട് ഇറക്കി കൊടുക്കണം. ഇറക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഫുള്ളായിട്ട് മടക്കി മുകളിലോട്ട് കൊണ്ടുവരണം. കണ്ടോ കൈ ഫുള്ള് വിരലിനെ വരെ ഇറക്കി കൊടുക്കുക, ഫുള്ളായി മടക്കി മുകളിലോട്ട്. കണ്ടോ സ്ലോ ആയിട്ട് അതുപോലെ തന്നെ ഇറക്കുക. കണ്ടോ പിന്നെ മുകളിലോട്ട് ഇങ്ങനെ കൊടുക്കുക. കണ്ടോ ഇതും ഒരു 15 പ്രാവശ്യം ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ബാക്കിലോട്ട് കണ്ടോ നേരെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കൊടുക്കും. കേട്ടോ ഇതും ഒരു 15 വെച്ചിട്ട് 3 റൗണ്ട് ചെയ്യാം കേട്ടോ. ഒരു സൂപ്പർ സെറ്റ് വർക്കൗട്ടുണ്ട്, നല്ല ഫീലിംഗ് കിട്ടും കേട്ടോ. 5ാമത്തെ വർക്കൗട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ബാർ എവിടെയെങ്കിലും നമ്മുടെ ചെസ്റ്റിന്റെ ബെഞ്ചിന്റെ എങ്കിലും ബാർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ബാർ സെറ്റാക്കുക. ഇത് ഫ്രീ ആയിട്ടുള്ള വെയിറ്റ് ഉണ്ടോ, ഫ്രീ ആയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കൈ ഉണ്ടോ ഒരു വിരൽ അങ്ങനെ ഒരു വിരല് ഗ്യാപ്പ് വെച്ച് ഇങ്ങനെ വെക്കുക. വിരൽ വെച്ച് ഗ്യാപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ബാർ ഉണ്ടോ